ഹായ് സുഹൃത്തുക്കളെ, ഇന്നലെ അൻസിബ ബിഗ് ബോസിൽ നിന്നും പുറത്തു പോയി എന്നൊരു വാർത്ത കേൾക്കാൻ കഴിഞ്ഞു. ഇന്നാണ് ഞാൻ എപ്പിസോഡ് കണ്ടത്. അതൊരു ഫെയർ ആയിട്ടുള്ള എവിക്ഷനായിട്ട് എനിക്ക് തോന്നിയില്ല. നിങ്ങൾക്ക് എത്ര പേർക്ക് തോന്നി എന്ന് എനിക്കറിയില്ല. ഒന്ന്, അൻസിബ പുറത്തു പോകുന്നതിനേക്കാൾ മുമ്പേ വോട്ടിംഗ് ശതമാനമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അൻസിബിനേക്കാൾ താഴെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. എന്നിട്ടും അൻസിബ തന്നെ പുറത്തു പോയി. അൻസിബ സംസാരിച്ച് തുടങ്ങിയതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ അൻസിബ ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ ലൈവിൽ അൻസിബ പലതിലും പല അഭിപ്രായങ്ങൾ പറയുന്ന നമുക്ക് കേൾക്കാം. അതും ശക്തമായിട്ടും അതും വ്യക്തമായിട്ടും തന്നെയാണ് അൻസിബയുടെ അഭിപ്രായങ്ങൾ വരാറുള്ളത്. അല്ലാതെ വെറുതെ മറ്റുള്ളവരെ പോലെ അവിടെ ഇവിടെയും പോയി വഴക്കിടണോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ രാജമാത എന്നൊക്കെ പറയാറുണ്ട്. കാരണം ഒരു റൂമിൽ ഒരു കട്ടിലിൽ കിടന്നിട്ട് കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നു. എവിടെ മത്സരിക്കണം, എവിടെ സമരം ചെയ്യണം, എവിടെ യുദ്ധം ചെയ്യണം എന്നൊക്കെ കൽപ്പിക്കുന്ന ഓരോരുത്തരെ അവരത് ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ പറയുന്ന അൻസിബി സംസാരിക്കുന്നതാവട്ടെ, ഈ പറയുന്ന തന്ത്രങ്ങൾ മെനയുന്നതാവട്ടെ, അതൊക്കെ കൃത്യമാണ് സത്യം പറഞ്ഞാൽ. ഒന്ന് ഓർത്താൽ മതി. ഇപ്പോൾ ഈ പറയുന്ന നമ്മുടെ ഋഷിക്കാണെങ്കിലും അല്ല അഭിജിത്തിനോട് പറയുന്നതാണെങ്കിലും അഭിഷേകിനോട് പറയുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും അതൊരു ഫെയർ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അൻസിബ പറയുന്നത്. അങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്ന ഇതായിരിക്കുള്ളൂ, അവർ പറയുന്നത് ഇതൊക്കെ ആയിരിക്കുള്ളൂ എന്ന് പറയുന്ന ഒരു കൃത്യമായ കാര്യങ്ങളാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നോക്കിയാൽ നോറയോട് സംസാരിച്ച് നോറിനെ പക്കയുടെ ട്രിഗർ ചെയ്യാൻ അൻസിബക്ക് കഴിഞ്ഞു. അതേപോലെ തന്നെ ജാസ്മിൻ്റെ വിഷയമാണെങ്കിലും അൻസിബ കൃത്യമായിട്ട് തൻ്റെ ഗെയിം എന്താണെന്ന് അറിയാം, തനിക്ക് എവിടെ എന്ത് പറയണം എന്നറിയാം, എവിടെയാണ് പറയേണ്ടതെന്ന് കൃത്യമായിട്ട് അറിയാം. പിന്നെ അതേപോലെ തന്നെ കുറച്ച് നാളുകൾക്ക് മുമ്പൊക്കെ കുറേ ഇത് കണ്ടിരുന്നു, ട്രോൾ പേജുകളിൽ പലതും കണ്ടിരുന്നു. അപ്പം ജാസ്മിൻ അൻസിബനെ എടുത്തു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു കുടുംബത്തിലെ ഒരു പെൺകുട്ടി എങ്ങനെ ആകരുത് എന്നതിന് ഉദാഹരണമായിട്ട് ജാസ്മിൻ്റെ ഫോട്ടോ കാണുമ്പോൾ, അതേ സമയത്ത് തന്നെ ഒരു നല്ലൊരു പെൺകുട്ടി, നല്ലൊരു കുടുംബത്തിലുള്ള ഒരു പെൺകുട്ടി എന്നതിന് ഉദാഹരണമായിട്ട് അൻസിബനെയും കാണിച്ചിരുന്നു. അത് ഒരിക്കലും വിട്ടുകളയാതെയാണ് അൻസിബ് ഇത്ര ദിവസം കളിച്ചിരുന്നത്. അത് നിങ്ങൾക്ക് കണ്ടാലറിയാം. നല്ലൊരു പെൺകുട്ടിയായിട്ട്, അല്ലെങ്കിൽ പണ്ടൊക്കെ പറയാം കുടുംബത്തിൽ പറഞ്ഞ സ്ത്രീകൾ എന്നൊക്കെ പറഞ്ഞ് കേട്ടല്ലേ, ആ ഒരു മീനിങ് വേണമെങ്കിൽ അൻസിബക്ക് കൊടുക്കാം. കാരണം ആ രീതിയിലാണ് അൻസിബ ഗെയിം കളിച്ചിരുന്നത്. പിന്നെ തന്നെ നമുക്ക് എടുത്ത് വേണമെങ്കിൽ പറയാം, അൻസിബയുടെ ഉമ്മ വന്നപ്പോൾ കുറച്ച് കാര്യങ്ങൾ അൻസിബനെ കുറിച്ച് പറയുന്നുണ്ട്. മാതാപിതാക്കൾ കുട്ടികളെ നോക്കുന്നത് പോലെ തന്നെ മാതാപിതാക്കളെ നോക്കിയ ഒരു വ്യക്തിയാണ് അൻസിബ ഈ പ്രായത്തിനുള്ളിൽ തന്നെ. ഒരു നല്ലൊരു ഇതാണ് എന്നതിന് തന്നെ ഉദാഹരണമാണ്. അങ്ങനെയൊക്കെയാണ് അൻസിബ പുറത്തു പോയതിന് ശേഷം അൻസിബയുടെ ഉമ്മയുടെ ഒരു വോയിസ് വന്നിട്ടുണ്ടായി. ഞാൻ മറ്റേ ഫോർത്ത് ജംഗ്ഷൻ എന്ന് പറയുന്ന ചാനലാണ് കേട്ടത്. ഇതിൽ ആ ഉമ്മ പറയുന്ന വാക്കുകൾ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, കാരണം അവരാരെയും കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല, അവരവരുടെ മകളുടെ കാര്യങ്ങൾ പറയുന്നു, മകളെ സപ്പോർട്ട് ചെയ്തവർക്ക് നന്ദി പറയുന്നതായിട്ടാണ് എനിക്ക് കേട്ടത്. അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി, സത്യം പറഞ്ഞാൽ ഈ ഉമ്മയിൽ നിന്ന് ജനിച്ചുകൊണ്ട് തന്നെയാണ് അൻസിബ ഇത്രത്തോളം പക്കയായിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതേപോലെ ഒരു പെൺകുട്ടി ആയിരിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാവരും അൻസിബ ഒരു പക്കയാണ്, പെർഫെക്റ്റ് ആയ ഒരു പെൺകുട്ടിയാണ് എന്ന് പറയുന്നതിന് കാരണം ഈ ഉമ്മ തന്നെയാണ് എന്ന് മനസ്സിലായത് ആ ഉമ്മയുടെ വർത്തമാനം അല്ലെങ്കിൽ സംസാരം കേട്ടപ്പോഴാണ്. കാരണം ഉമ്മ അത്രത്തോളം ക്ലിയർ ആയിട്ട് തൻ്റെ മകൾ പുറത്തു പോയി, അത് ശരിയല്ല, തൻ്റെ മകൾക്ക് ഇപ്പോൾ പോകേണ്ട, അല്ലെങ്കിൽ ലാസ്റ്റത്തെ ഈ 5 പേരിൽ അൻസിബ വരാനുള്ള യോഗ്യത ഉണ്ട് എന്ന് അറിഞ്ഞിട്ടും മകളെ ഫെയർ അല്ലാത്തൊരു എവിക്ഷനാണ് മകൾക്ക് നേരെ അനുഭവിക്കേണ്ടി വന്നത്, അല്ലെങ്കിൽ മകൾ പുറത്തു പോകേണ്ടി വന്നതെന്ന് മനസ്സിലായിട്ടും ആ ഉമ്മ സംസാരിക്കുമ്പോൾ കൊടുക്കുന്നൊരു ഇതുണ്ട്. അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. എങ്ങനെയാണ് ചില വാക്കുകൾ പറയുന്നത് എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ നിങ്ങളൊന്ന് കേട്ടു നോക്കാം ആ ഉമ്മയുടെ വാക്കുകൾ. ഞാൻ എനിക്കൊരു വോയിസ് അയച്ചു തരാം, മോളത് ഗ്രൂപ്പിലിടണേ. എന്നിട്ട് പറയണു എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കും സങ്കടമുണ്ട്. കാരണം ഞാൻ 100 ദിവസമൊക്കെ മോൾ നിൽക്കും തന്നെയാണ് വിചാരിച്ചത്. കാരണം വോട്ട് കൊണ്ട് നിങ്ങളൊക്കെ പ്രയത്നം കൊണ്ടും എല്ലാവരുടെ പ്രാർത്ഥനയും കൊണ്ടും ഇവിടെ ഓള് 2 ആഴ്ചക്ക് വേണ്ടിയിട്ട് 2 ആഴ്ച പോലും നിൽക്കുമെന്ന് അറിയാണ്ടാണ് അവിടെ പോയത്. 50 ദിവസം കഴിഞ്ഞ് 60 ദിവസം കഴിഞ്ഞ് 70 ദിവസം കഴിഞ്ഞ് പ്രേക്ഷകരെ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഓള് നിന്നതെന്ന് എനിക്കറിയാം. അപ്പം പിന്നെ ഈ അതിന്റെ ഉള്ളിലുള്ള കളികൾ നമുക്കറിയില്ലല്ലോ. അപ്പം ഇനിയും നിർത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കപ്പ് ചിലപ്പം അൻസിബക്ക് മോക്ക് കിട്ടേണ്ടി വരുമോ, അങ്ങനെയാണോ എന്നുള്ളത് അറിയില്ല, കൊടുക്കേണ്ടി വരുമോ. അപ്പം അതൊക്കെ വിചാരിച്ചിട്ടാണോന്നും അറിയില്ല. എന്തായാലും ഇത്രയും നിന്നതിന് ഇതും ഒരു ഭാഗ്യമായിട്ടാണ്. പിന്നെ നിങ്ങളെ പോലത്തെ മക്കളെ പരിചയപ്പെടാനും അൻസിബക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഇങ്ങനെ നടന്ന് കരയൊന്നും ചെയ്തിട്ട് എനിക്ക് എന്നെ ശരിക്കും വാക്ക് കിട്ടണില്ല. നിങ്ങളെ കരച്ചിൽ സങ്കടങ്ങളൊക്കെ കാണുമ്പോൾ ഞാനും കരഞ്ഞു പോകും. എൻ്റെ മോള് വരുന്നതിലല്ല സങ്കടം, നിങ്ങൾ വിഷമിക്കുന്നതിലാണ് എനിക്ക് സങ്കടം. കാരണം ഞാൻ 50 ദിവസത്തിൽ കൂടുതൽ ഓള് നിൽക്കൂലെന്ന് വെച്ചാൽ എന്നോട് വീട്ടിൽ നിന്ന് അങ്ങനെ മാറി നിന്നിട്ടില്ല. ഓള് ദുബായിൽ ജോലിയുള്ള സമയത്തും ഒന്നിക്കൊന്നരടം അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ 3 ദിവസം കൂടുമ്പോഴൊക്കെ എനിക്ക് പിന്നെ വീഡിയോ കോളിൽ വിളിക്കും, വിശേഷങ്ങളൊക്കെ അറിയാം. നമ്മൾ അടുത്തടുത്ത് കാണുന്ന പോലെയായിരുന്നു. ഇതിപ്പോൾ അത്ര അവർ ഫോൺ ചെയ്യാനോ സംസാരിക്കാനോ ഒന്നുമില്ല. ഇപ്പോൾ ആ ബിഗ് ബോസ് വീക്കിൽ ഞാനും പിന്നെ മോനും കൂടി പോയ ഒന്നാണ് ഓൾക്കൻ്റെ 2 ആഴ്ച മുൻപ്. അപ്പം ഇത്രയും നിൽക്കുന്നത് തന്നെ ഞാൻ വിചാരിച്ചിട്ടുന്നില്ല. അപ്പൊ പ്രേക്ഷകരായ എല്ലാവരും 100 ദിവസം നിൽക്കണമെന്ന് വിചാരിച്ചിട്ട് തന്നെ എല്ലാവരും നന്നായിട്ട് വോട്ട് ചെയ്ത് നന്നായിട്ട് കഷ്ടപ്പെട്ട്. അപ്പോൾ എന്താ പറയാ, പിന്നെ ഇങ്ങനെ ശരിക്കും അൺഫെയർ ആണ് അൻസിബ വന്നതെന്ന് എല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. കാരണം വോട്ട് കുറഞ്ഞിട്ടോ ഒന്നുമല്ല, ഇനിയിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അതൊക്കെ തീരുമാനങ്ങൾ ഓരോ. പക്ഷെ എനിക്ക് നന്ദി പറയാനുള്ളത് ഈ എൻ്റെ മോക്ക് വേണ്ടിയിട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കിയ
പിന്നെ കുട്ടികൾക്ക്, എൻ്റെ മോളെ സപ്പോർട്ട് ചെയ്ത പ്രേക്ഷകർക്ക്, എൻ്റെ മോളെ ചേർത്ത് നിർത്തിയ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ മോള് വന്നതിന് ശേഷം, ഒന്ന് ഫ്രീ ആയതിനു ശേഷം എന്തായാലും നിങ്ങളെ കാണുന്നതായിരിക്കും. ഒരു ചെറിയൊരു പിന്നെ പ്രോഗ്രാം വെച്ചിട്ട് നമ്മളെ അൻസിബനായിട്ട് മീറ്റ് ചെയ്യിക്കുന്നതായിരിക്കും. സംസാരിക്കാനും പിടിക്കാനും ഒക്കെ അവസരം ഞാൻ എന്തായാലും ഉണ്ടാക്കി തരും. ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവരും, എന്താ പറയാ, ഞാൻ ജാസ്മിനോട് പറഞ്ഞ പോലെ എൻ്റെ മക്കൾ എന്നാണ് നിങ്ങളെ നേരിട്ട് കണ്ടിട്ടില്ല എന്നുള്ളൂ, നമുക്ക് കാണാം. അപ്പം മക്കൾ വിഷമിക്കരുത്. നിങ്ങൾ കരയുമ്പോൾ ഞാൻ കരയും, നിങ്ങൾ ഹാപ്പി ആയിരിക്കുമ്പോൾ ഞാൻ ഹാപ്പി ആയിട്ടിരിക്കും. നിന്റെ മക്കളെ പോലെ പറയുന്നതാണ്. ശരിക്കും എനിക്ക് കരച്ചിൽ വരുന്നുണ്ട്. അത് പിന്നെ ഈ വോയിസ് കേട്ടത് കൊണ്ടാണ്. നിങ്ങൾ കരയരുത്, സന്തോഷമായിട്ട് നിൽക്കണം കേട്ടോ. പിന്നെ അർഹിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾ ഈ ഗ്രൂപ്പ് പിരിഞ്ഞിട്ട് വേറെ ഇനിയുണ്ടല്ലോ ആൾക്കാർ, അവർക്ക് ഫുൾ സപ്പോർട്ട് കൊടുക്കണം. അറിയിക്കണം ആൾക്കാരെ കയ്യിൽ എന്തായാലും എത്തണം. ഞാനിപ്പോ കരയുന്നത് എൻ്റെ മോള് പുറത്തായിട്ടല്ല, എൻ്റെ മോൾക്ക് വേണ്ടി നിങ്ങൾ കരഞ്ഞിട്ടാണ്. അപ്പൊ അടുത്ത് നമുക്ക് കാണാം കേട്ടോ. എല്ലാവർക്കും നിങ്ങളെ ഉമ്മയായിട്ട് കരുതിയാൽ മതിയേ. അൻസിബന്റെ ഉമ്മ മാത്രമല്ല, നിങ്ങളെ ഉമ്മയും കൂടിയാണ്. ഞാൻ ജാസ്മിൻ എന്തൊക്കെയോ എൻ്റെ മോളെ പറഞ്ഞിട്ട് പോലും ഞാൻ അവിടെ എത്തിയപ്പോൾ എൻ്റെ മോളെ പോലും മറന്ന് ഞാൻ ജാസ്മിനോട് ക്ഷമിച്ചാലാം. അതും ജാസ്മിനും എൻ്റെ മോളെ പോലെ തോന്നിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ഇതാ, അപ്പോൾ ഒരിക്കലും മറക്കൂല, ഒരു കാലത്തും മറക്കൂല. ഞാനും മറക്കൂല, എൻ്റെ മോളും മറക്കൂല, ഞങ്ങളാരും മറക്കൂല കേട്ടോ. ഈ ചേർത്ത് പിടിച്ചതിൽ ഒരുപാട് നന്ദി. കേട്ടില്ലേ ആ ഉമ്മയുടെ സംസാരമാണ് കേട്ടത്. അവർക്ക് ഇങ്ങനെ പരാതികളൊന്നുമില്ല. പിന്നെ അവർക്ക് ഈ വിഷമം സങ്കടം എന്ന് വെച്ചാൽ ഇപ്പം അൻസിബനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടായി. അപ്പോൾ അവരിൽ ചിലരുടെ വോയിസുകൾ ഈ ഉമ്മ കേൾക്കാനിടയായി. കാരണം അൻസിബ പുറത്തു പോയത് അവർക്ക് വിഷമമുണ്ടായി. അപ്പോൾ അവർ കരഞ്ഞുകൊണ്ട് ഉമ്മക്ക് വോയിസ് വിട്ടു. അത് കേട്ടതിൻ്റെ മറുപടി ആയിട്ടാണ് ഉമ്മ ആ വോയിസ് വിട്ടത്. എല്ലാവരും സ്നേഹം മാത്രം. പിന്നെ എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യം തന്നെയാണ്, അൻസിബ ഇപ്പോൾ പുറത്ത് പോകേണ്ട ഒരു വ്യക്തിയല്ല എന്നത്. അത് വോട്ടിൻ്റെ ഇത് നോക്കിയാൽ പോലും അൻസിബിനേക്കാൾ വോട്ട് കുറഞ്ഞ ഒരുപാട് പേരുണ്ട് ഇതിൽ. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ അർജുനും ജിൻഡോ ഒക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ വോട്ടുണ്ട്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ ജാസ്മിന് കുഴപ്പമില്ലാത്ത വോട്ടുണ്ട്. പിന്നെ അൻസിബക്ക് ഉണ്ട്. എന്തായാലും ഈ പറയുന്ന നമ്മുടെ മുടിയനേക്കാളൊക്കെ മുകളിലാണ് അൻസിബ എന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മൾ ശ്രീധുവിനൊക്കെ വളരെ വോട്ട് കുറവുള്ള ഒരു വ്യക്തിയാണ്. പിന്നെ അപ്സരയുടെ കാര്യം അറിയാമല്ലോ, ഇനി വോട്ടിൻ്റെ കാര്യം നോക്കേണ്ട ആവശ്യമില്ല. ഇനി അപ്സര തോൽക്കാനും കാരണം ഞാൻ നേരത്തെ എൻ്റെ വീഡിയോ പറഞ്ഞ പോലെ തന്നെ അപ്സര ഭർത്താവ് തന്നെയാണ്. കാരണം അപ്സര പോയി എന്ന് പറഞ്ഞിട്ട് അപ്സര ഈ എവിഷനിൽ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ അപ്സര പുറത്തായി എന്ന് പറഞ്ഞിട്ട് അത് ഒരു പോസ്റ്റൊക്കെ ഇട്ടത്. അങ്ങനെയൊക്കെ കാണുമ്പോൾ തന്നെ പലരും അപ്സരക്ക് വോട്ട് ചെയ്യൽ നിർത്തും. അതേപോലെ തന്നെ അപ്സര ഭർത്താവ് വന്നിട്ട് അഖിൽമാരാറിന് ആളുടെ ഫാമിലിയൊക്കെ മോശമായിട്ട് തന്നെ സംസാരിക്കുന്നത് കേട്ട്. ഇത് കേട്ടപ്പോൾ തന്നെ അഖിൽമാരാറ് പറയുന്നുണ്ട് അപ്സരയെ പുറത്താക്കാൻ വേണ്ടിയാണ് ഇയാൾ ഇതുപോലെയുള്ള ഡയലോഗ് അല്ലെങ്കിൽ ഇതുപോലെ വന്ന് സംസാരിച്ചതെന്ന് അപ്സരയുടെ ഭർത്താവിനെ കുറിച്ച് അഖിൽമാരാറ് തന്നെ പറഞ്ഞിരുന്നു. അത് പറഞ്ഞത് സത്യമായി എന്ന് മാത്രം വിശ്വസിച്ചാൽ മതി. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. ആ ഉമ്മ എന്താണ് എന്നതാണ് ആ മകളിലൂടെ നമ്മൾ കാണുന്നത്. ആ ഉമ്മ പഠിപ്പിച്ചുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ ഉമ്മ വളർത്തിയതുകൊണ്ടായിരിക്കാം അൻസിബ ഇത്രത്തോളം നല്ലൊരു വ്യക്തിയായിട്ട് തന്നെ നമുക്കത് കാണാൻ കഴിഞ്ഞത്. പിന്നെ അൻസിബ ജീവിതത്തിൽ ജയിച്ചൊരു വ്യക്തിയാണ് എല്ലാം കൊണ്ടും. എന്ന് വെച്ചാൽ ഈ പ്രായത്തിനുള്ളിൽ തന്നെ ഒരു ഉമ്മാക്ക് ഒരു ഉമ്മയുടെ സ്ഥാനം ഒരു മകൾക്ക് കൊടുക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ ആ മകളുടെ വിജയം തന്നെയാണത്. ആ വിജയം എന്തായാലും അൻസിബ സ്വന്തമാക്കിയാണ്. പിന്നെ ഈ പ്രോഗ്രാമിൽ അൻസിബനെ വിളിച്ചു, അൻസിബ വന്നു. അവർക്ക് അവരുടേതായ ഒരു അഭിപ്രായമോ അല്ലെങ്കിൽ അവർ എന്താണെന്ന് തന്നെ അത് കാണിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാതെ ഈ ഗെയിമിന് വേണ്ടി അവർ ചേഞ്ച് ചെയ്തിട്ടുള്ള, അവർ മാറ്റിയിട്ടില്ല. അവരെന്താണോ അതാണ് നമ്മൾ കണ്ടത്. ഇതാണ് അവർ. അപ്പോൾ ഇത്ര നാളും അൻസിബനെ സപ്പോർട്ട് ചെയ്തവർക്ക് എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ്. ആ ഉമ്മയെന്ന് പറഞ്ഞേക്കണം, ഞാനല്ല. കാരണം നമ്മൾ ഈ പറയുന്ന ബിഗ് ബോസ് കാണുന്നുണ്ട് എന്നല്ലാതെ പ്രത്യേകിച്ച് ഒരാളോട് അത്രത്തോളം ഇഷ്ടവും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എനിക്ക് ഈ പുറത്തുനിന്നുള്ള ഇഷ്ടമുണ്ടായിരുന്നത് നമ്മുടെ സീക്രട്ട് ഏജൻറ്റിയാണ്. പക്ഷേ ആശാൻ അതിൻ്റെ ഉള്ളിൽ പോയതിന് ശേഷം പിന്നെ സീക്രട്ട് ഏജൻറ്റ് എന്ന വ്യക്തിയായിട്ടല്ല അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത്. സായി അല്ലെങ്കിൽ കണ്ണൻ എന്ന ഒരു നിലയിലാണ്. കാരണം ഒരു കുടുംബത്തിൽ നിന്ന് പോയ ഒരു ഭാര്യ, അമ്മ, അച്ഛൻ എന്ന ഒരു വ്യക്തിക്കുള്ളിൽ അല്ലെങ്കിൽ ആ കുടുംബത്തിനുള്ളിലുള്ള ഒരു വ്യക്തിയായിട്ടാണ് സായി കൃഷ്ണൻ ആയിട്ട് അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത്. ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നതും ഞാൻ കണ്ടിരുന്നതും ഈ പറയുന്ന സായി കൃഷ്ണൻ അല്ലാത്തത് കൊണ്ട് തന്നെ ആ വ്യക്തിയോടും അത്രത്തോളം ഇൻട്രസ്റ്റ് കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ കണ്ടിരുന്നത്, ഞാൻ ഇഷ്ടപ്പെട്ടത് സീക്രട്ട് ഏജൻറ്റ് ആയിരുന്നു. സീക്രട്ട് ഏജൻറ്റിനെ എനിക്ക് അതിനുള്ളിൽ കാണാൻ കഴിയുന്നില്ല. പിന്നെ ആരെയാണെന്ന് ചോദിച്ചാൽ പിന്നെ പ്രത്യേകിച്ച് ആരെയില്ല. പിന്നെ ജിൻഡോനെ നോക്കിക്കഴിഞ്ഞാൽ ജിൻഡോനെ എനിക്ക് ഇഷ്ടമാണ്, ഇഷ്ടമല്ലാണ്ടൊന്നുമല്ല, നല്ലൊരു ഗെയിമറാണ്. പക്ഷേ ജിൻഡോ വിജയിക്കുമെന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ജിൻഡോൻ്റെ കണ്ടന്റുകളൊന്നും പുറത്തേക്ക് വരുന്നില്ല. അതിനെക്കുറിച്ചൊന്നും ഞാൻ അധികമായിട്ട് സംസാരിക്കുന്നില്ല. പലരും സംസാരിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ജിൻഡോൻ്റെ ഗെയിമുകൾ ഇപ്പോൾ 2-3 വീക്കെൻഡായിട്ട് ജിൻഡോനെ കാണിക്കുന്നില്ല. അതിലിപ്പോൾ ഗബ്രി പോയതിനു ശേഷം ഈ പറയുന്ന ജാസ്മിനെ മാത്രം എടുത്ത് കാണിക്കുന്നുണ്ട്. അതിന് ഉദ്ദേശം ഇപ്പോൾ എല്ലാവരും പറയുന്ന പോലെ തന്നെ ജാസ്മിന് കപ്പ് കൊടുക്കണം എന്ന മറ്റുദ്ദേശത്തോടെ ആയിരിക്കണം, അറിയില്ല. എന്നിരുന്നാൽ പോലും വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. ഇനി അധികം ദിവസങ്ങളൊന്നും ഇല്ല. എന്തായാലും ഉറപ്പുള്ള കാര്യം ജാസ്മിന് കപ്പ് കൊടുക്കുമെന്നാണ് ബിഗ് ബോസ്. ഇനി ബിഗ് ബോസ് ജാസ്മിന് കപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ബിഗ് ബോസിൻ്റെ ഇതുവരെയുള്ള ഒരു പേര് അതില്ലാണ്ടാകും. മറ്റൊന്നും കൊടുത്തില്ലെങ്കിൽ നമുക്കറിയാം ആരായിരിക്കും ഈ പറയുന്ന ടോപ്പ് 5 നിന്നിട്ടും ആ കപ്പ് മേടിക്കുന്നത് എന്നുള്ളത്. എന്തായാലും ടോപ്പ് 5 പോകുന്നവരെ പ്രഡിഷൻ ലിസ്റ്റ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞാണ്. അതിലിപ്പോൾ
ഈ പറഞ്ഞ മുടിയൻ വന്നിട്ടുണ്ട്. പിന്നെ മുടിയൻ അല്ലാണ്ട് പിന്നെ ടോപ്പ് 5 എന്തായാലും ഉറപ്പുള്ള കാര്യമാണ് ജാസ്മിൻ ഉണ്ടാവും. മറ്റൊന്ന് സിജോ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അർജുൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, ജിൻഡു ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, നോറൊക്കെ പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം എന്താണ് ഇനി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കളി കാണാൻ പോകുന്നതും അല്ലെങ്കിൽ കളിക്കാൻ പോകുന്നതും എന്നുള്ളത്. അപ്പോൾ ഓക്കെ, ബൈ ഫ്രണ്ട്സ്. എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക, പറ്റുമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ബൈ.